ഇത് യെല്ലോ അനാക്കോണ്ട. അനാക്കോണ്ട കാറ്റഗറിയിൽ വരുന്ന സ്നേക്കാണ്. ഇതിൽ അനാക്കോണ്ട 2 ടൈപ്പ് ഉണ്ട്, ഗ്രീനും ഉണ്ട് യെല്ലോയും ഉണ്ട്. ഇത് യെല്ലോ അനാക്കോണ്ടയാണ്. നമ്മുടെ ട്രിവാൻഡ്രം മ്യൂസിയത്തിലൊക്കെ കാണുന്ന ഗ്രീൻ അനാക്കോണ്ടയാണ്. അതാണ് കറക്റ്റ് ആമസോൺ റിവറിൽ കാണുന്ന അനാക്കോണ്ട. ഇത് ഗ്രീനിനെ ബേസ് ചെയ്ത് ഒരു 55 അടി ഒക്കെ 50 അടിയൊക്കെ വളരുള്ളൂ ഇവര്. മറ്റേതൊരു 70 അടിയൊക്കെ വളരുന്ന ഒരു സ്നേക്കാണ്. ഇത് അനാക്കോണ്ട അപ്പം പറയാൻ ബേസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മൈസൂർ പ്രൈവറ്റ് ആയിട്ട് മൈസൂർ ഒരു പെറ്റ്സ് പാർക്കിലും പിന്നെ നമ്മളിവിടെ പ്രൈവറ്റ് ആയിട്ട് ഇവിടെയും മാത്രമേ ഉള്ളൂ അനാക്കോണ്ട പ്രൈവറ്റ് ആയിട്ട്. പിന്നെ വേറെ ആരെങ്കിലും കയ്യിലുണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഭക്ഷണം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മള് ഡേ ഓൾഡ് ബ്രോയിലർ കോഴിയുടെ കുഞ്ഞുങ്ങളെ കൊടുക്കും, പിന്നെ റാബിറ്റിന്റെ ബേബീസുകളെ കൊടുക്കും, പിന്നെ വൈറ്റ് റാറ്റ് എന്ന് പറയും വളർത്തുന്ന വെള്ള എലികളുണ്ട്, അതിനെയൊക്കെയാണ് ഇവർ ഫുഡായിട്ട് കൊടുക്കുന്നത്. ആളിപ്പം ഷെഡിങ് ടൈമാണ്, തൊലി പൊയ്ക്കാറായിരിക്കണം. അതാണ് ഈ ഒരു ഫെയ്ഡ് ആയി കിടക്കുന്ന കളർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റഫറൻസിൽ കാണുന്ന ഈ ഒരു കളറാണ് അനാക്കോണ്ടയുടെ ശരിക്കുള്ള കളർ. യെല്ലോ അനാക്കോണ്ട. ഇത് വന്നിട്ട് ഇവിടെ പൈത്തന്റെ തന്നെ ബോൾ പൈത്തൺ എന്ന് പറയും, ലൂയിസ്റ്റിക് ബോൾ പൈത്തൺ എന്ന് പറയും. ഇതൊക്കെ നമ്മൾ പെറ്റായിട്ടൊക്കെ വളർത്താൻ വേണ്ടി വെളി രാജ്യങ്ങളൊക്കെ പെറ്റായിട്ട് വളർത്താൻ ഉപയോഗിക്കുന്ന സാധനമാണ്. ഈ വലിയ ഹൈസ് ഒന്നും വെക്കത്തില്ല, ഇതൊരു 5 അടിക്കകത്ത് വെച്ചിട്ട് നല്ല വണ്ണം വെക്കും. ഏകദേശം 1 ലക്ഷത്തിന് മുകളിൽ വരും വലുതൊക്കെ ആണെങ്കിൽ. ഇതിപ്പോ ഒരു വയസ്സാവുകയുള്ളൂ. ഇത് അങ്ങനെ നമ്മളൊരു വളർച്ച പൊക്കോണ്ടിരിക്കും. സൈസ് വന്നിട്ട് 5 അടിക്കകത്തൊക്കെ വെക്കുള്ളൂ. പക്ഷെ ഫുഡ് വന്നിട്ട് ഇതേപോലെ നമ്മൾ നേരത്തെ വെച്ചാൽ മൈസ്, അതൊക്കെയാണ് മൈസ്, ചെറിയ റാറ്റ്. ഹെഡ് സൈസ് അനുസരിച്ചാണ് അവർക്ക് ഫുഡ് കൊടുക്കുന്നത്, വളർച്ച അനുസരിച്ച്. ഇത് വന്നിട്ട് ഗ്രീൻ ട്രീ പൈത്തൺ എന്ന് പറയും, നമ്മളെ പച്ചടപ്പാമ്പിന്റെ ആ ഒരു വെറൈറ്റി. ഇത് ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ മരം കൊമ്പിലൊക്കെ ഇങ്ങനെ ഇരുന്ന് ഫുഡ് എടുക്കുന്ന ടൈപ്പാണ്. ഫുഡൊക്കെ തന്നെ അങ്ങനെ ഇരുന്ന് തന്നെ ഇവർ കഴിക്കും. ഇത് റോയൽ ബോൾ പൈത്തൺ എന്ന് പറയും. പണ്ട് തൊട്ട് നമ്മളെ നേരത്തെ കണ്ട ലൂയിസ്റ്റിക് പോലത്തെ വേറൊരു 5 അടി നീളം വയ്ക്കും, നല്ല സൈസ് വയ്ക്കും, വണ്ണമായിട്ട്. ഇതിപ്പോ ഷെഡിങ് സമയമാണ്, അതാണ് ഇപ്പം വെളിയെടുക്കാത്തത്. ഇത് മെക്സിക്കൻ ബ്ലൂ ഇഗ്വാന എന്ന് പറയും. നേരത്തെ നമ്മൾ കണ്ട ഗ്രീൻ തന്നെ ബ്ലൂ വെറൈറ്റി ആണ്. ഇത് പ്യുവർ വെജിറ്റേറിയൻ ആണ്, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെയാണ് മെയിനായിട്ട് കഴിക്കും. ഇത് അമേരിക്കൻ ഗ്രീൻ ഇഗ്വാന എന്ന് പറയും. ഇഗ്വാനയിൽ തന്നെ ചെറുതാണ് ആള്, ഒരു 6 മാസം 7 മാസം പ്രായമായുള്ളൂ. അമേരിക്കൻ ഗ്രീൻ ഇഗ്വാന എന്ന് പറയും. ഇതിൽ തന്നെ ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, യെല്ലോ, എല്ലാ കളറും ഉണ്ട്. ഇത് വെജിറ്റേറിയൻ ആണ്, പ്യുവർ വെജിറ്റേറിയൻ ആണ്. കൂടുതലും ഈ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അതൊക്കെയാണ് കൊടുക്കുന്നത്. നല്ല ഫ്രണ്ട്ലി ആണ് ആള്, ടാംഡായിട്ട് നിന്ന്. ഇല്ല ഇവര് ഫുഡ് റെപ്റ്റൈൽസ് തന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറക്കമാണ്. ഫസ്റ്റ് രാവിലെ വൈകുന്നേരമാണ്. പിന്നെ ഫുഡ് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഉറക്കമാണ്. ഫുഡ് എടുത്തു കഴിഞ്ഞാൽ റെസ്റ്റ് ആണ്. ഇപ്പൊ ഇവർക്ക് ഇന്ന് കുറച്ചു നേരമായേ ഉള്ളൂ ഫുഡ് കൊടുത്ത്. അധികം ഇങ്ങനെ രാവനങ്ങാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ആൾക്കാരല്ലേ അവര്. ഇത് വന്നിട്ട് ബിയർ ഡ്രാഗൺ എന്ന് പറയും. പല്ലികളിൽ തന്നെ ഏറ്റവും വലിയ പല്ലി എന്നറിയപ്പെടുന്ന ഒരു ജീവിയാണ്. ഇതൊന്നൊരു സൗത്ത് ആഫ്രിക്ക അവിടെയൊക്കെ ഉള്ളതാണ്. ഇതും നോൺ വെജ് ആണ്. മീൽ വേംസ് എന്ന് പറഞ്ഞ വേംസ് ഉണ്ട്, അതൊക്കെയാണ് ഫീഡ് ചെയ്യുന്നത് മെയിനായിട്ട്. ഫീമെയിലാണ് ഇതൊന്ന്. വേറൊരു കയ്യിൽ എടുത്തെടുത്ത് വരുമ്പോൾ ടാംഡാണ്. എല്ലാം കുഞ്ഞിലെ എടുത്തെടുത്ത് വരുമ്പോൾ, ഏത് ജീവനും നമ്മൾ എടുത്തെടുത്ത് വരുമ്പോഴേ ഒരു പരിചയം കാണുള്ളൂ. ടാംഡായിട്ട് നിൽക്കും. ഇത് ഹെഡ് ജോഗ് എന്ന് പറയും, നമ്മുടെ മുള്ളംപന്നിയുടെ ഒരു വെറൈറ്റിയാണ്. നമ്മൾ ആൽബിനോ ഹെഡ് ജോഗ് ആണ്. ഇത് പെറ്റായിട്ടൊക്കെ വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്.
ചെറിയൊരു കടിയുണ്ട് അതിൻ്റെ ഒരു ഇത് ആഫ്രിക്കൻ പിഗ്മി മൈസ് എന്ന് പറയും. ഇതാണ് നമ്മളെ സ്നേക്കിന് ഫുഡായിട്ട് കൊടുക്കുന്നത്. ഇത് നമ്മുടെ ചുണ്ടലിയുടെയൊക്കെ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഇവർ കുറച്ചും കൂടെ വളരും, അതിനപ്പുറം വളരില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റാറ്റ് എന്ന് പറയും, വൈറ്റ് റാറ്റ്. അതിപ്പം സംഭവം സ്റ്റോക്ക് ഇപ്പം വരുന്നേ ഉള്ളൂ. നമുക്ക് അത് തീർന്ന് ഇവിടെ കൊടുക്കാനുള്ളത് കഴിഞ്ഞ്. ഇത് നമ്മളെ ചെറിയ സ്നേക്കുകൾക്ക് കൊടുക്കാൻ പറ്റിയ ബെറ്റർ ഫുഡാണ്. ഇവരെ ഗ്രോത്ത് അനുസരിച്ച് നമ്മൾ ഫീഡ് ചേഞ്ച് ചെയ്ത് കൊടുത്തോണ്ടിരിക്കും. ഇത് ഫെറട്ട് എന്ന് പറയും, നമ്മുടെ ബ്രസീലിയൻ ഫെറട്ട് എന്ന് പറയും. ഇത് ആഫ്രിക്കക്കാരനാണ്. 20 മണിക്കൂർ ഉറങ്ങും, 4 മണിക്കൂർ ആക്റ്റീവ് ആയിട്ടിരിക്കുകയുള്ളൂ. നൈറ്റൊക്കെയാണ് കൂടുതൽ ആക്റ്റീവ്. പ്യുവർ നോൺ വെജ് ആണ്, ഇറച്ചി അതൊക്കെയാണ് കഴിക്കുന്നത്. പെറ്റാണ് ആൾ. എൻ്റെ ഇപ്പോഴും ഉറക്കമുണ്ട്. ഇത് മീർക്കേറ്റ് എന്ന് പറയും. ഇത് ഇണക്കമായില്ല. മീർക്കേറ്റ് എന്ന് പറയും, ഇണക്കമായില്ല അവർക്ക്, നല്ല ഡാംഡ് ആയില്ല. ഇത് ഫുൾ പ്യുവർ നോൺ വെജ് ആണ്, മീറ്റൊക്കെയാണ് കഴിക്കുന്നത്. ഒരു കീരിയുടെ ഇനത്തിൽ പെടുന്നതാണ്.